ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഒരു മീൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുടംപുളി ഇട്ട മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവയാണ് ചേർത്തത്. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒക്കെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പകുതി സവാള അരിഞ്ഞത് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുടംപുളി കുതിരാനായിട്ട് ഞാൻ ആദ്യമേ വെള്ളത്തിലിട്ട് വച്ചിരുന്നു. മീൻ കറി മുളകിട്ടതാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ഇടാനുള്ളത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. കഴുകിയിട്ട് കുതിരാൻ വെച്ചിരുന്ന കുടംപുളിയാണ്, അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇളക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 കൊത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ തിളച്ചു. നമുക്കിനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓലത്തള മീനാണിത്, കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മീൻ വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്ത് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിക്കാം. ഇതൊന്ന് കറക്കി വെച്ച് കൊടുത്താൽ മതിയാകും. പൊടിഞ്ഞൊന്നും പോകത്തില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ മീനിൻ്റെ പേര് ഓലത്തള എന്നാണ്. ഇപ്പോൾ നമ്മുടെ മീൻ കറി വെന്ത് പാകമായി വന്നു. ഒരിക്കലെങ്കിലും മീൻ കറി ഇതുപോലെ കുടംപുളി ഇട്ട് മുളകിട്ട മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കിയ ഈ മീൻ കറി ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.